ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് i20യുടെ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഇതൊരു മിഡിൽ വേരിയൻ്റാണ്. അപ്പോൾ ഇതാണ് i20 സ്പോർട്സിൻ്റെ ഒരു കീ. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു വിൻഡ് ഷീൽഡ് വരുന്നത്. വളരെ വൈഡായിട്ടുള്ള വിൻഡ് ഷീൽഡ് ഉണ്ട്. അതുപോലെ ബോണറ്റിന് മുകളിലായിട്ട് 2 ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഹ്യുണ്ടായിയുടെ ആ ഒരു ബാഡ്ജിങ് കൂടെ കാണാം. ഹാലജൻ ടൈപ്പ് ഹെഡ്ലൈറ്റാണ് നമുക്ക് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് DRLs കാണാൻ സാധിക്കും. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിനുള്ള ഗ്രില്ലാണ് വരുന്നത് i20ക്ക്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ എന്നുള്ള ഒരു വ്യൂ. ഇപ്പോൾ നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ക്യാരക്ടർ ലൈൻസ് ആണ്. അത് ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ മിറർ തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ എല്ലാം തന്നെ മിററിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടയറിൻ്റെ പ്രൊഫൈൽ വരുന്നത്. 195/55 R16 ഇഞ്ചിൻ്റെ സ്റ്റൈൽഡ് സ്റ്റീൽ വീലാണ് i20ക്ക് നൽകിയിരിക്കുന്നത് സ്പോർട്സ് വേരിയൻറ്റിൽ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ലൈൻസ് എല്ലാം തന്നെ വളരെ ബോൾഡായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു റിയർ പോർഷൻ വരെ അത് കണക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് ഏരിയ എല്ലാം തന്നെ വളരെ വൈഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. നമുക്കിനി റിയറിലെ സ്പേസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് കളർ തീമിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഒരു പവർ വിൻഡോ കൺട്രോൾസ് ഉണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് i20ക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ റിയർ സീറ്റ് കംഫർട്ടിനായിട്ട് നമുക്ക് റിയർ പാസഞ്ചേഴ്സിനും നമുക്ക് ഒരു AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സെൻട്രൽ കൺസോളിലെ ഒരു ഡാഷ്ബോർഡിൻ്റെ വ്യൂ. നമുക്ക് റിയർ സീറ്റിൽ നോക്കുമ്പോൾ ഹാൻഡിൽസ് എല്ലാം തന്നെ വരുന്നുണ്ട്. നമുക്ക് റിയറിലെ AC സെപ്പറേറ്റ് 2 AC വരുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് ചാർജിങ്ങിനുള്ള പോർഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് i20യുടെ ഒരു റിയർ പോർഷൻ വരുന്നത്. ഒരു Z ഷേപ്പിലുള്ള ടെയിൽ ലൈറ്റ്, LED ടെയിൽ ലൈറ്റ് ആണ് വരുന്നത്. കൂടാണ്ട് നമുക്ക് ഷാർഫിൻ ആൻറ്റിന വരുന്നുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഡീഫോഗർ ലൈൻസ് വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഹ്യുണ്ടായുടെ ലോഗോ കാണാം. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ക്രോമിയം കളറിലുള്ള ഇൻസേർട്ട്സും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് ടെയിൽ ലൈറ്റിലായിട്ട്. സ്പോർട്സ് വേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ബാഡ്ജിങ് കാണാം. പിന്നെ റിയർ പാർക്കിംഗ് സെൻസർ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയാണ് നമുക്കൊരു ബമ്പറിൻ്റെ പോർഷൻ വരുന്നത്. വളരെ നൈസായിട്ടുള്ള രീതിയിലുള്ള ഒരു ടെയിൽ ലൈറ്റാണ്. ആ ഒരു Z ഷേപ്പ് എല്ലാം തന്നെ വളരെ അടിപൊളിയായിട്ടുണ്ട്. 2 പാർക്കിംഗ് സെൻസർ ഇവിടെ ഉണ്ട്. കൂടാണ്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ, ഇൻബിൽറ്റ് ക്യാമറ അവൈലബിൾ ആണ്. ഡ്രൈവർ സൈഡിലെ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത്രയും കൺട്രോൾസാണ് നമുക്ക് വരുന്നത്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫോൾഡിങ്, സെൻട്രൽ ലോക്ക്, 4 ഡോർ പവർ വിൻഡോ കൺട്രോൾസ്, പിഞ്ച് ഫംഗ്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ട്വീറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഡാഷ്ബോർഡിലെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ, പിന്നെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്ന സീറ്റാണിത്. മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. സ്റ്റിയറിങ്ങിലെല്ലാം ഫുള്ളി കൺട്രോൾസ് എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. വൈപ്പറിൻ്റെ ഒരു പോർഷനാണ് ഇടതുവശത്ത് കാണുന്നത്. ഇപ്പോൾ ഈ രീതിയിലുള്ള ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ 8 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം വരുന്നത്. നമുക്ക് റിവേഴ്സ് ക്യാമറയോട് കൂടി സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട് 2 വശങ്ങളിലും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു AC കൺട്രോളിൻ്റെ ഒരു പോർഷൻ വരുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട് ഈ ഒരു വേരിയൻറ്റിന്. ഇവിടെ നമുക്ക് C2C ഫാസ്റ്റ് ചാർജിങ്ങും 12 വോൾട്ടിൻ്റെ ചാർജിങ്ങും USB കണക്ടിവിറ്റിയും വരുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റ്,
വരുന്നുണ്ട്. വിത്ത് സ്റ്റോറേജ് സ്പേസ് ആണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോഡലാണിത്. എല്ലാ വേരിയൻറ്റിലും 6 എയർ ബാഗ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇതാണ് ഒരു കളർ തീം വരുന്നത്. 2 കളർ തീമിലായിട്ടാണ് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ റീഡിംഗ് ലാമ്പ് അതേപോലെ തന്നെ സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ ടിൽറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാണ് അതിൻ്റെ എഞ്ചിൻ വരുന്നത്. 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പ പെട്രോൾ എഞ്ചിനാണ്. 83 bhp പവറാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഒരു ക്വിക്കായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.